ആദിവാസി യുവാവിനെ മർദ്ദിച്ച കേസിൽ പിടിയിലായ 2 പ്രതികളെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. സുർജിത്ത് അയ്യപ്പത്താണ് ആ വാർത്തയുടെ വിവരങ്ങൾ ചേരുന്നത്. സുർജിത്ത്, അർഷിദ്, അഭിരാം അല്ലേ? തീർച്ചയായും ഹാഷ്മി, രണ്ടുപേരെയും ഇപ്പോൾ ആശുപത്രിയിലേക്ക് ഈ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. മാനന്തവാടിയിലാണ് ഉള്ളത്. മാതൻ ചികിത്സയിൽ കഴിയുന്നത് മാനന്തവാടി ആശുപത്രിയിൽ തന്നെയാണ്. അദ്ദേഹം ശരീരമാസകലം മുറിവുകളുണ്ട്. ഈ പ്രതികൾ ലഹരി ഉപയോഗിച്ചിരുന്നു എന്നുള്ള സംശയം മാതൻ പ്രകടിപ്പിക്കുന്നുണ്ട്. ഇവർ അറസ്റ്റിലായത് കൽപ്പറ്റയിൽ നിന്നാണ്. ബാംഗ്ലൂരിൽ നിന്നും കൽപ്പറ്റയിലേക്ക് എത്തുന്ന വഴി ബസ്സിൽ നിന്നാണ് പിടികൂടിയതെന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്ന വിവരം. ഈ 2 പേരെ കൂടി പിടികൂടാൻ ഉണ്ട്. ഇവർ കണിയാമ്പറ്റ പച്ചിലക്കാട് സ്വദേശികളാണ്. മുഹമ്മദ് അർഷിദും അതോടൊപ്പം തന്നെ അഭിരാമും. ഇവരെല്ലാം തന്നെ 30 വയസ്സിന് താഴെ പ്രായമുള്ള ആളുകളാണ് ഈ 2 പേരും. ഇവരുടെ സുഹൃത്തുക്കളായ വിഷ്ണു, നബീൽ കമർ എന്നീ 2 പ്രതികളെ കൂടി ഇനി പിടികൂടാനുണ്ട്. അവർ സംസ്ഥാനം വിട്ടതായുള്ള സൂചനയും പോലീസിനുണ്ട്. എന്തായാലും ഇവരെ പിടികൂടാനുള്ള അന്വേഷണം സംഭവത്തിന്റെ ഗുരുതരാവസ്ഥ അറിയാത്തതാണോ അതോ അതൊന്നും ബാധിക്കാത്ത രീതിയിലുള്ള മാനസികാവസ്ഥയാണോ സുർജിത്ത്? അവർ എന്താണ് ഈ സംഭവം, എന്താണ് ഇതിന് കാരണം എന്നുള്ളത് പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രകോപനം ഉണ്ടായതെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. പ്രതികൾക്ക് നേരത്തെ ക്രിമിനൽ പശ്ചാത്തലമുണ്ടോ എന്നുൾപ്പെടെയുള്ള അന്വേഷണവും പോലീസ് നടത്തുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട വ്യക്തത അല്പസമയത്തിനകം തന്നെ ഉണ്ടാകും. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇവരെ വിശദമായ രീതിയിൽ തന്നെ ചോദ്യം ചെയ്യുകയാണ്. നേരത്തെ ഇവരുടെ വീട്ടുകാരിൽ നിന്നടക്കം വിശദാംശങ്ങൾ നേരത്തെ ശേഖരിച്ചിരുന്നു പോലീസ് സംഘം. ഇതേ തുടർന്ന് ഇവരുടെ ഫോൺ രേഖകളടക്കം കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് നടത്തിയത്. ഇതിനിടയിലാണ് പ്രതികൾ പിടിയിലാകുന്നത്. ഇതിൽ 2 പേരെയാണ് ഇപ്പോൾ നിലവിൽ പിടികൂടാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇനി 2 പേർ കൂടിയുണ്ട്. എന്തായാലും അതൊരു പെട്ടെന്നുണ്ടായ പ്രകോപനമാണോ എന്നുള്ള കാര്യത്തിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് വിശദമായ രീതിയിൽ തന്നെ ചോദിച്ച് അറിയുന്നുണ്ട്. ഈ വിഷയം വലിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ വിഷയം കൂടി ആയി മാറിയിട്ടുണ്ട്. അല്പസമയം മുമ്പ് മന്ത്രി OR കേളു ഈ ആശുപത്രിയിലെത്തി മാതനെ സന്ദർശിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ആരോഗ്യ വിവരങ്ങൾ തിരക്കിയിരുന്നു. സർക്കാരിന്റെ എല്ലാ പിന്തുണയും അദ്ദേഹത്തിന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. മൊത്തം ആരോഗ്യ കാര്യങ്ങൾ ഉൾപ്പെടെ ആരോഗ്യത്തിന്റെ വീണ്ടെടുപ്പിനുൾപ്പെടെയുള്ള എല്ലാ പിന്തുണയും മന്ത്രി വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇതിനിടയിലാണ് മാതന്റെ പ്രതികരണവും നമുക്ക് ലഭിച്ചത്. അദ്ദേഹം പറയുന്ന കാര്യം ഒരു തരത്തിലുള്ള മുൻപരിചയവും ഇല്ലാത്ത രീതിയിലുള്ള പ്രകോപനമാണ് ഉണ്ടാക്കിയത്. ഇവർ നേരത്തെ, അതായത് കൂടൽക്കടവ് എന്ന് പറയുന്നത് കബനിപ്പുഴയാകുന്ന, അതായത് പനമരം പുഴയും മാനന്തവാടി പുഴയും ചേർന്ന് അത് കബനിയാകുന്ന ആ ഒരു പ്രദേശമാണ്. തൊട്ടടുത്താണ് കുറുവ ദ്വീപ് അടക്കമുള്ള ടൂറിസം കേന്ദ്രങ്ങൾ. ഇവിടെ എല്ലാം തന്നെ ലഹരി ഉപയോഗം വ്യാപകമായി നടക്കുന്നുണ്ട്. ഇത്തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ലഹരി ഉപയോഗിച്ചാണോ എന്നുള്ള സംശയമുണ്ട്. ഇവിടെ കണ്ണെല്ലാം തന്നെ ചുവന്ന നിലയിലായിരുന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ മാതൻ പറയുന്നുണ്ട്. മാതൻ ഇത്തരം സംശയങ്ങളും മാതൻ പ്രകടിപ്പിക്കുന്നുണ്ട്. എന്തായാലും ഈ കടയ്ക്കകത്ത് ആ ഭാഗത്തൊരു പ്രശ്നം ഇവർ ഉണ്ടാക്കിയതാണ്, കടയുടെ സമീപത്ത്. അതിന് താഴേക്ക് വന്ന് അവിടെ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ഒരു വണ്ടി സൈഡ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കം തുടങ്ങി. ഇതിനിടയിലാണ് നാട്ടുകാർ ഇടപെട്ടത്. ആ നാട്ടുകാർ ഇടപെടുന്ന കൂട്ടത്തിൽ ഈ മാതനും ഉണ്ടായിരുന്നു. മാതൻ ഇടപെട്ടു. അതിനുശേഷമാണ് ഇങ്ങനെ വലിച്ചിഴച്ച് കൊണ്ടുപോകുന്നത്. 1/2 കിലോമീറ്ററോളം ദൂരമാണ് വലിച്ചിഴച്ച് കൊണ്ടുപോയ അനുഭവം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ 2 പ്രതികളെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത് ആശ്വാസകരം. ഇനി 2 പേരെ കൂടി പിടികൂടാൻ ഉണ്ട്. ഹാഷ്മി, എന്തായാലും അതിലൊരു പ്രതി, അത് അർഷിദാണോ അഭിരാമാണോ എന്നറിയില്ല. എന്തായാലും വളരെ കൂളായി ചിരിച്ച് കളിച്ചൊക്കെയാണ് വരുന്നത്. ഈ സംഭവത്തിൻ്റെ സീരിയസ്നെസ് എന്താണെന്ന് മനസ്സിലാവാത്തതാണോ അതോ ഒരുപക്ഷെ അതാവില്ല എന്ന് പറഞ്ഞാൽ ഒരു പാവം പിടിച്ച മനുഷ്യനെ അല്ലെങ്കിൽ കാറിൻ്റെ ഡോറിൽ കൈയാക്കി 1/2 കിലോമീറ്ററോളം വലിച്ചിഴച്ച് കൊണ്ടുവരാൻ മനസ്സുള്ളവർ ചിരിക്കും. അത് ചിരിച്ചില്ലെങ്കിൽ അത്ഭുതമുള്ളൂ.